വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് ഈ പാർട്ടിക്കകത്തേക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുമെന്ന് പറഞ്ഞ തൃശ്ശൂരിലെ ശ്രീമാൻ സുരേഷ് ഗോപി 1-ാം സ്ഥാനത്ത് വന്ന് തൃശ്ശൂരിൽ ജയിച്ച് ഡൽഹിയിലെത്തിയപ്പോഴോ കേന്ദ്രമന്ത്രിയായപ്പോൾ 2 പ്രമുഖമായിട്ടുള്ള വകുപ്പുകൾ ആ വകുപ്പുകൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വകുപ്പുകളാണ്. എങ്ങനെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്? ഇഷ്ടം പോലെ വെള്ളം, നല്ല കാലാവസ്ഥ. പാലക്കാട്ടുകാർക്ക് കിട്ടുന്നില്ല വെള്ളം. 44 നദികൾ, നല്ല മഴ, നല്ല കാലാവസ്ഥ, 9 ജലവൈദ്യുത പദ്ധതികൾ, 29% വനം, 312 കിലോമീറ്റർ കടൽ, ആവശ്യത്തിന് വരുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കേണ്ടതിന് പകരം ആവശ്യത്തിന് ഇല്ലാതെ, അത്യാവശ്യത്തിന് പോലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇല്ലാത്ത ഒരു നാട്. എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകൾ മാറി മാറി ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും കേരളത്തെ ഭരിക്കുകയും മുഖ്യമന്ത്രി പദവിയിൽ അവർ ഓരോരുത്തരും ഇരിക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും വന്ന് വോട്ട് ചോദിക്കുകയാണ്. എന്താ അവർ പറയുന്നത്? ഞങ്ങൾക്കൊരു അവസരം കൂടി തന്നാൽ. എത്ര കാലമായി അവസരം കൊടുക്കുന്നു? എത്ര കാലമായി നിങ്ങൾ കേരളത്തെ ഭരിക്കുന്നു? ഇത്രയും വർഷം നിങ്ങൾ കേരളത്തെ ഭരിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ആ പാർട്ടിയിൽ തന്നെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്ന് ജയിച്ച് MLA ആയിട്ടുള്ള അൻവർ പറയുകയാണ്, അൻവറിന് 4000 കോടി ഉറുപ്പിയുണ്ട്. ഈ 4000 കോടി വേറെ രാജ്യത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുകയാണ്. 20,000 കോടി ടോട്ടൽ ഉണ്ട്. ബാക്കി 16,000 കോടി ആരുടെയാണെന്ന് അൻവർ പറഞ്ഞിട്ടില്ല. 20,000 കോടി രൂപയുടെ ബിസിനസ് നടത്തിക്കൊണ്ട് എന്താണ് കേരളത്തിൽ പ്രശ്നമെന്നാണ് അൻവർ പറഞ്ഞത്. കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് മയക്കുമരുന്ന് കച്ചവടം, കള്ളക്കടത്ത്, കൊട്ടേഷൻ, കൊലപാതകങ്ങൾ. ഇതൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പോലീസ് അധികാരികൾ ചേർന്നിട്ടാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയുള്ള ഒരു MLA തന്നെ വന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ഈ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ഗവൺമെന്റ് അനുസ്യൂതം മുന്നോട്ട് പോവുകയാണ്. എന്താ ഗവൺമെന്റിന്റെ ലക്ഷ്യം? നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുക. എന്താ നരേന്ദ്രമോദി ചെയ്ത തെറ്റ്? 2000 രൂപ വെച്ച് കർഷകരെ ആദരിച്ചുകൊണ്ട് എന്റെ പാടത്തും പറമ്പിലും ചെളിയിലും പണിയെടുക്കുന്നവർക്ക് ഞാനൊരു സമ്മാനമായിട്ട് കർഷക സമ്മാൻ നിധി എന്ന് പേരിട്ടുകൊണ്ട് 2000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞത് അവരുടെ ജീവിതം മുഴുവൻ കഴിയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇന്ത്യയിലെ കർഷകരെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അംഗീകരിക്കുന്നു എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി അങ്ങനെ പ്രഖ്യാപിച്ചത്. അമേരിക്കയിലെ ട്രംപ് അദ്ദേഹം ജയിച്ചപ്പോ അദ്ദേഹം പറയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മോദി എന്ന് പറയുകയാണ്. എവിടെ എത്തി നമ്മുടെ ഭാരതം എന്നുള്ളതാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് ഈ രാജ്യത്തിന്റെ പ്രശസ്തിയെ എത്തിച്ച ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിജി വിശ്വസിക്കുന്ന പാർട്ടിയാണ് നമ്മുടെ പാർട്ടി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. നമ്മൾ പഞ്ചായത്ത് മെമ്പർമാർ കൂടുതലില്ലാതെ, MLA മാർ കൂടുതലില്ലാതെ നമുക്ക് തൃശ്ശൂരിൽ 75,000 ഭൂരിപക്ഷത്തിന് തൃശ്ശൂരിൽ ശ്രീമാൻ സുരേഷ് ഗോപി 3-ാം സ്ഥാനക്കാരനെ 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ, NDA-യെ നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തിച്ചുകൊണ്ട് നമുക്ക് അസംബ്ലിയിൽ ഒരു MLA-യെ സൃഷ്ടിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തിനാ പോകുന്നത്? അസംബ്ലിക്കകത്തേക്ക് പോകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ലാണോ? നിങ്ങളെ നോക്കാൻ, എന്നെ നോക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയെ മൊത്തം സംരക്ഷിക്കാൻ അല്ലേ? വരാൻ പോകുന്ന നാടുകളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിച്ച്, ചേരക്കരയിൽ നിന്ന് ബാലകൃഷ്ണൻ ജയിച്ച് അസംബ്ലിക്കകത്തേക്ക് പോയാൽ അവിടെ എണീറ്റ് നിന്നുകൊണ്ട് നമുക്ക് ചോദിക്കാൻ സാധിക്കണം. എന്താ ചോദിക്കേണ്ടത്? 3.5 മാസമായിട്ട് കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപി എവിടെ വേണമെങ്കിലും ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂറിസം പ്രൊജക്ടുകൾ കൊടുക്കാം, കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തവണ ശ്രീമാൻ സുരേഷ് ഗോപിയുടെ കൈപിടിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ ടൂറിസം വകുപ്പ് മന്ത്രി ഇതുവരെ പോയിട്ടില്ല. അഹങ്കാരമല്ലേ അത്? ഒരു തവണ പോലും പോയിട്ടില്ല. തിരുവനന്തപുരം മുതൽ ധോണിയിലും മലമ്പുഴയിലും ഉൾപ്പെടെ പാലക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ടൂറിസം മേഖലയ്ക്ക് സാധ്യമായ രീതിയിൽ കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന, ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ലോകരാജ്യങ്ങളിലെ 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്വന്തമായിട്ടുള്ളവരാണ് നമ്മൾ കേരളക്കാർ. 50 സെന്ററുകൾ. ട്രാവൽ ഗൈഡ് പറയുകയാണ്, ലോകത്ത് അമേരിക്കയിലും ബ്രിട്ടനിലും ജപ്പാനിലും ചൈനയിലും നിങ്ങൾ യാത്ര ചെയ്യൂ, എന്നാൽ അതോടൊപ്പം 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിന് സ്വന്തമാണ്.
പുന്നപ്രയുടെ കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ ആ 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രൊജക്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന സുരേഷ് ഗോപിയെ കാണാൻ കൈപിടിക്കാൻ ഒരു പ്രൊജക്ട് കൊടുക്കാൻ 3.5 മാസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ മരുമകൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ നാടിന് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത്, അതോ പിണറായി വിജയന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണോ നിൽക്കുന്നത്? ഇതല്ലേ ചോദ്യം. ആ പാർട്ടിയാണ് ചിഹ്നമില്ലാതെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയാണ് പാലക്കാടില്. സ്വന്തമായിട്ട് ചിഹ്നമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി. രാത്രി കിടന്നുറങ്ങിയപ്പോൾ കോൺഗ്രസ്, രാവിലെ നേരം വെളുത്തപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി CPIM. ഒരു ഗതികേട് നോക്കൂ ആ പാർട്ടിയുടെ. ഞാൻ മത്സരിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴയിലെ വയലാറിന്റെ മണ്ണിൽ, പുന്നപ്രയുടെ മണ്ണിൽ ഞങ്ങൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇനിയും ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കണമോ? നിങ്ങൾ ഇനിയും ഈ അന്യായത്തിലൂടെ യാത്ര ചെയ്യുന്ന, അക്രമത്തിലൂടെ യാത്ര ചെയ്യുന്ന ഇവിടത്തെ വലിയ വലിയ ബിസിനസ് ലോബികളെ നിലനിർത്താൻ വേണ്ടി വലിയ കോടിക്കണക്കിന് രൂപയുടെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള, ബസ്സിൽ നിന്ന് താഴേക്കിറങ്ങാൻ ലിഫ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള, കയറാൻ ലിഫ്റ്റ് വേണം എന്ന് പറയുന്ന, തന്റെ സ്വന്തം വീടിന്റെ 2ാമത്തെ നിലയിലേക്ക് കയറിപ്പോകാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് ലിഫ്റ്റ് വെച്ചിട്ടുള്ള, മകന്റെ കുട്ടിക്കും മകളുടെ കുട്ടിക്കും അർമാദിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട്, കുളം കെട്ടാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുള്ള ഈ മുഖ്യമന്ത്രിയുടെ ചെയ്തിക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കണ്ടേ എന്ന് നമ്മൾ ചോദിച്ചപ്പോ പുന്നപ്രയും വയലാറും ഉൾപ്പെടെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് 1ാം സ്ഥാനം അച്യുതാനന്ദന്റെ ബൂത്തിൽ BJP, വയലാറിൽ എല്ലാ പ്രദേശങ്ങളിലും. അപ്പോഴാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇതിനൊരു പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും, കളപറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. കളപറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കേട്ടിട്ടില്ല? ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ഈ കളപറയ്ക്കൽ പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. അവിടെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഷട്ടില് ചോരയായിട്ട് വന്നിരിക്കുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകയും ഭർത്താവും പെട്ടെന്ന് കണ്ട് ഈ മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ട്, സർ ഷട്ടില് ചോര. അപ്പോഴാണ് മോഹൻലാൽ പറയുന്നത്, കർഷകനല്ലേ മാഡം, കള പറയ്ക്കാൻ പോയതാണ് എന്ന് പറയും. എന്താ കാര്യം? കൊലപാതകം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ കള പറയ്ക്കുമെന്ന് ഗോവിന്ദൻ മാഷ് ഉദ്ദേശിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വോട്ടുകൾ ഒഴുകി വന്നപ്പോൾ ആ വോട്ട് കൊടുക്കാൻ പിറകിൽ പ്രവർത്തിച്ചവരെ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾ വെട്ടിയെരിഞ്ഞ് കളയും. ആ ഗോവിന്ദൻ മാഷോട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ പറഞ്ഞു, ഗോവിന്ദൻ മാഷ് തയ്യാറാണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ചങ്കിലെ ചോരയായിരിക്കും ആദ്യം നിങ്ങൾ എടുക്കേണ്ടി വരിക എന്ന് ആലപ്പുഴയിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത സഖാക്കന്മാർക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നാടിനെ നമുക്ക് മാറ്റണ്ടേ? ആലപ്പുഴയിൽ മാറാമെങ്കിൽ എന്തുകൊണ്ട് പാലക്കാട് മാറിക്കൂടാ? ആലപ്പുഴയിൽ പാവങ്ങൾക്ക് BJP ആകാമെങ്കിൽ പാലക്കാടിലും BJP ആകാം ഇവിടുത്തെ സഖാക്കന്മാർക്ക് എന്നാണ്. നമ്മൾ വരുന്ന വഴിയിൽ അവിടെ കുറെ ആളുകൾ നിൽക്കുന്നത് കണ്ടു. അവർക്കറിയില്ല, അവർ പാവങ്ങളാണ്. അതായത് 70 കോടിക്ക് വെക്കേണ്ട ക്യാമറ പിണറായി വിജയന്റെ മകന്റെ അമ്മായിയപ്പന് 350 കോടിക്ക് പിണറായി വിജയൻ കൊടുത്തത് മാത്തൂരിലെ സഖാക്കൾക്ക് അറിയില്ല. അവരാകെ വായിക്കുന്നത് അവരുടെ പത്രം മാത്രമാണ്. നാട്ടിൽ നടക്കുന്നൊന്നും അവർക്ക് പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ സ്നേഹത്തോടുകൂടി വിനോദിനെ പോലെയുള്ള ആളുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ അവരോട് പറയണം, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് ഇവിടെ നിന്ന് പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ജയിച്ച് 2 പേർ പോയിട്ട് അത് കയ്യും കെട്ടി നോക്കിയിരിക്കാനല്ല നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ പ്രതിനിധിയെ ഇരുത്തുന്നത് വരെ നമുക്കാർക്കും വിശ്രമമില്ല എന്നുള്ള പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും ആള് വരും, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആള് വരും, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുമായി ചർച്ച നടത്താൻ ആളുകൾ വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ നേതാവ് ചർച്ച നടത്തി എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു, ഏത് മുറിയിലായിരുന്നു ചർച്ച എന്നാണ് ചോദിച്ചത്. എനിക്ക് മുറി ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, രാമനിലയത്തിന്റെ എൻട്രൻസിലേക്ക് കയറി വലത്തോട്ട് നീങ്ങി വലത്തോട്ട് പോയിട്ടുള്ള ഒരു മുറിയിലാണ് ഞാൻ ഇരുന്നത്, ഇടതുഭാഗത്തുള്ള മുറിയിലാണ് ജയരാജൻ ഇരുന്നത്. അപ്പോൾ നമ്പർ ഓർമ്മയില്ല, പക്ഷെ പത്രസമ്മേളനത്തിൽ ഞാൻ അന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച എല്ലാവർക്കും അറിയാം. വലത്തോട്ട് നീങ്ങിയിരുന്ന എൻ്റെ റൂം നമ്പർ ഞാൻ കണ്ടുപിടിച്ചു. എന്നെ സഹായിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ ലെഡ്ജറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കോടതിയിൽ പോയിക്കോളൂ, ഒരു രേഖ ഞാൻ തരാം. അപ്പം 107 മുറിയിൽ ഞാൻ ഇരിക്കുന്നു, ജയരാജൻ 101 ഇരിക്കുന്നു, 102ാമത്തെ മുറിയിൽ മന്ത്രി രാധാകൃഷ്ണൻ ഇരിക്കുന്നു, മുൻ മന്ത്രി. പാവൻ രാധാകൃഷ്ണേട്ടനെ രാജിവെപ്പിച്ചിട്ട് ഇപ്പോൾ ഡൽഹിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അവിടെ പോയി എന്താക്കാനാണ് നരേന്ദ്രമോദിയുടെ മുന്നിൽ? നരേന്ദ്രമോദിയുടെ മുന്നിൽ ഒരു കപ്പലണ്ടി കൊണ്ടുപോയി ഉള്ള ആളുകൾ മാർക്സിസ്റ്റുകാർ പങ്കിട്ട് കഴിക്കുക എന്നുള്ളതല്ലാതെ ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ പോലും പാർലമെന്റിനകത്ത് അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. മോദിജി വരുന്ന സമയത്ത് ആ മോദിജിയുടെ നടത്തം,
മോദിജിയെ കാണുന്നത്, അമിത്ഷാജിയെ കാണുന്നത്, റഹീം അവിടെ മറ്റൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞതുപോലെ എന്തൊരു ആനച്ചന്തമാണ് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. മാധ്യമപ്രവർത്തകരെ പേടിച്ചിട്ടാണ് അത് മാറ്റി പറഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞു, ഫോൺ വിളിച്ച സമയത്ത് മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി വലതു ഭാഗത്തെ 107 റൂം നമ്പറിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് മന്ത്രി രാധാകൃഷ്ണൻ ഇരുന്ന റൂമിന്റെ നമ്പർ കിട്ടി 102. മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു. അപ്പോ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയിലേക്ക് വരാൻ പല ആളുകളും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വരാൻ പറ്റാത്തത് കൊട്ടേഷൻ സംഘങ്ങളെ ഭയപ്പെട്ടുകൊണ്ടാണ്. അത് നമ്മൾ മാറ്റും. എങ്ങനെ മാറ്റും? നമ്മൾ കേരള നിയമസഭയിൽ കാര്യങ്ങൾ ചോദിക്കാൻ, പറയാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, NDAയുടെ നേതൃത്വത്തിൽ ആളുകൾ ചെന്നാൽ കണക്കുകൾ നമ്മൾ ചോദിക്കും. എത്ര കോടി വന്നു കൃഷിക്ക് വേണ്ടിയിട്ട്, കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കും. എന്നിട്ടോ കേന്ദ്രത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻജിയുമായിട്ട് നമ്മൾ ഇന്ററാക്ഷൻ നടത്തും, നമ്മൾ ഇടപെടൽ നടത്തും. എന്നിട്ട് ചോദിക്കും, എത്ര കൊടുത്തു കേരളത്തിന്, എത്ര ലാപ്സ് ആക്കി കളഞ്ഞു, നമ്മൾ ചോദിക്കും. മത്സ്യമേഖലയ്ക്ക് വേണ്ടി എത്ര കൊടുത്തു, ജോർജ് കുര്യൻജിയോട് നമുക്ക് ചോദിക്കാം. ടൂറിസത്തിന് വേണ്ടി എത്ര കിട്ടി, നമുക്ക് ചോദിക്കാം. കണക്ക് ചോദിക്കാനും പറയാനും ഒക്കെ കേന്ദ്രതലത്തിൽ നമുക്ക് ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് നിയമസഭയിലേക്ക് ഗാലറിയിലിരുന്ന് കളി കാണാനല്ല, അത് ഞങ്ങൾ പോവും. അതായത് നിയമസഭയിൽ വിജയിപ്പിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ എത്തിച്ചു കഴിഞ്ഞാൽ ഗാലറി ഒന്ന് കാണാൻ വേണമെങ്കിൽ നമ്മളൊക്കെ പോകും. ഞങ്ങളൊക്കെ കാവൽക്കാരായിട്ട് പുറത്തുണ്ടാകും. അത് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, പൊതു തെരഞ്ഞെടുപ്പ്. ആ പൊതു തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ സെഞ്ചുറി അടിക്കാൻ പോകുന്നത്. ഒരു തർക്കവും വേണ്ട. ആ കളിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനോടും VD സതീശനോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാഗത്ത് ഗ്രൗണ്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ആളുകൾ മത്സരിക്കും, മറുഭാഗത്ത് നിങ്ങൾ ഗ്രൗണ്ട് ഒരുക്കിക്കോ. നിങ്ങൾ എന്തിനാണ് 2 പേർ? മാധ്യമപ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കോൺഗ്രസ്സുകാരനെ ഇന്റർവ്യൂ ചെയ്യണം, മാർക്സിസ്റ്റുകാരനെ ഇന്റർവ്യൂ ചെയ്യണം. എന്തിനാണ്? ഇവർ ഇന്ത്യ മുന്നണിയുടെ ആളുകളാണ്. ഒറ്റ ആൾ നിന്നാൽ പോരെ? ഫ്ലെക്സ് ബോർഡ് ഒന്ന് പോരെ? ഇപ്പൊ സരിൻ തലേ ദിവസം മാറിയിട്ട് കഷ്ടപ്പാട്. നമ്മൾ BJP ഒറ്റയ്ക്ക് നിൽക്കും. 10 പേർ ഈ പാർട്ടിക്ക് കൊടിപിടിക്കാനില്ലാത്ത കാലത്ത് നമുക്ക് മുദ്രാവാക്യം വിളിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഭീകരവാദികളുടെ മുന്നിൽ നെഞ്ച് വിരിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കേരളത്തെ മാറ്റിമറിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, ഇവിടുത്തെ ടെക്നോളജിസ്റ്റുകൾക്ക് വേണ്ടി, ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ട് അച്ഛനെയും അമ്മയെയും ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുന്ന മക്കൾക്ക് വേണ്ടി, അവർ മനഃപൂർവ്വം പോകുന്നതാണ്. അല്ല, യുക്രൈനിൽ പോയിട്ട് അവിടത്തെ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാൻ പോയി. ആര്? പുതുക്കാട് നിന്നൊരു ചെറുപ്പക്കാരൻ, തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് നിന്നൊരു ചെറുപ്പക്കാരൻ. എന്തിനാണ്? 15,000 രൂപ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൊടുക്കാൻ ഇവിടെ സാധിക്കാത്തതുകൊണ്ടല്ലേ? ഇവിടുത്തെ ഗവൺമെന്റിന് ഇത്ര നാളും ഭരിച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചില്ല. ഇവിടെ നാളികേര കർഷകർ വളർന്നു വരുമ്പോൾ ആ നാളികേരത്തെ ഉപയോഗിച്ചുകൊണ്ട് അനുബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. പകരം തമിഴ്നാട്ടുകാരനോ, സ്റ്റാലിനാവട്ടെ, അമ്മ ജയലളിതയാവട്ടെ, അവര് ആര് സെൻട്രൽ ഭരിച്ചാലും കോടികൾ ഒരുമിച്ച് ചെന്ന് വാങ്ങും, അത് കൊണ്ടുവരും, അവിടെ വ്യവസായം ഉണ്ടാക്കും, അവിടെ കാറിന്റെ പാർട്സുകൾ നിർമ്മിക്കും, അവിടെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകും. കേരളത്തിൽ ഒന്നും വേണ്ട, എല്ലാം പൂട്ടിക്കെട്ടി. എല്ലാ സ്ഥാപനങ്ങളും, പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടി. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രദേശങ്ങളെല്ലാം തന്നെ അനധികൃതമായി വിറ്റഴിച്ച് ഈ കേരളത്തെ മുച്ചൂട് മുടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇതിനൊരു മാറ്റം വേണം. കോൺഗ്രസ് പോയാലും മാർക്സിസ്റ്റ് പാർട്ടി പോയാലും ബലത്തിൽ, തത്വത്തിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: നിയമസഭയ്ക്കകത്ത് ശ്രീമാൻ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുക. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ബൈ ഇലക്ഷനിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ കൃഷ്ണകുമാറിന് താമര ചിഹ്നത്തിൽ വോട്ടുകൾ നൽകിക്കൊണ്ട് വിജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കാനും നിങ്ങളെ എല്ലാവരെയും കാണാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എനിക്കിങ്ങനെ ഈ കുടുംബയോഗങ്ങളിൽ സംസാരിക്കാൻ ഏറെ പ്രാപ്തിയുള്ള ഒരാളല്ല. എനിക്ക് നിങ്ങൾ വിജയിപ്പിച്ച് ഇങ്ങോട്ട് തന്നാൽ, റോഡിൽ ഒരു മൈക്ക് തന്നു കഴിഞ്ഞാൽ പറയേണ്ട കാര്യങ്ങൾ നല്ല ഗംഭീരമായിട്ട് ഞാൻ റോഡിൽ മൈക്ക് വെച്ചുകൊണ്ട് ഞാൻ പറയാം. അത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എന്ന് വാക്ക് നൽകിക്കൊണ്ട്, അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കണം. അതിനെല്ലാവരും നല്ല രീതിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എൻ്റെ ആലപ്പുഴയിൽ നിന്ന് ബൈജു കൂടെ ഉണ്ട് അല്ലേ? ബൈജു പാണാവള്ളി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു മണ്ഡലത്തിന്റെ അധ്യക്ഷനായിരുന്നു.
അപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ളവരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ പാലക്കാടിലെ ഓരോ ബൂത്ത് തല പ്രവർത്തനത്തെയും പഞ്ചായത്ത് തല പ്രവർത്തനത്തെയും നിരീക്ഷിക്കാൻ, മനസ്സിലാക്കാൻ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് വർദ്ധിപ്പിക്കേണ്ടത് എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ വലിയ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചതിനും അതുപോലെ തന്നെ ഇവിടെ നിൽക്കാൻ സാധിച്ചതിനുമൊക്കെ എൻ്റെ പ്രവർത്തകന്മാരോട് എനിക്ക് ഏറെ നന്ദി പറയാനുള്ളത് എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാരോടാണ്. ഇതുപോലെ നല്ല പ്രവർത്തകന്മാർ ഏത് പാർട്ടിയിലുണ്ട്? ഒരു പാർട്ടിയിലുമില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ 20 കൊല്ലവും 25 കൊല്ലവും 30 കൊല്ലവും എല്ലാവർക്കും വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ കുങ്കുമഹരിത പതാകയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ചിഹ്നത്തെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇതുപോലെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ആർക്കാണുള്ളത്? എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായത്? നിങ്ങളുള്ളത് കൊണ്ടാണ്, നിങ്ങൾ സ്നേഹിച്ചത് കൊണ്ടാണ്. ആരെതിർത്ത് വന്നാലും ഞങ്ങളുണ്ട് ശോഭയുടെ പിറകിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ പ്രവർത്തകരുള്ളത് കൊണ്ടാണ് ഞാനും ശ്രീമാൻ സുരേന്ദ്രനും അതുപോലെ തന്നെ കൃഷ്ണകുമാറും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇവിടെ ഉണ്ടായത്. ഞങ്ങൾക്കെല്ലാം കരുത്തു പകരുന്നത് എൻ്റെ സഹപ്രവർത്തകന്മാരാണ്. നമുക്ക് ഈ നാടിനെ മാറ്റി മറയ്ക്കണം. എത്ര കൊല്ലമായി അല്ലേ, എത്രയോ വർഷമായി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ നമ്മളൊരു ചെടി വെച്ചു, വളർന്നു, വൃക്ഷമായി. ആ വൃക്ഷത്തിന് വെള്ളവും വളവുമൊക്കെ ഇട്ട് സൂക്ഷിച്ച് സംരക്ഷിച്ച് കായ്ഫലം തരാനുള്ള സമയമായിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഫലപ്രദമായി ഉപയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിർത്തുന്നു. വന്ദേ മാതരം. നമ്മുടെ